സർ, ഹിമാചൽ പ്രദേശിലെ സഞ്ചൗലിയിൽ ഒരു പള്ളി മുകളിലേക്ക് 2 നിലയൊക്കെ പണിഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി മാറി. ഇപ്പോൾ ഷിംല കോടതി അത് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടു എന്ന് കേൾക്കുന്നു. അതിൻ്റെ ചെലവും ആ മസ്ജിദിലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വഹിക്കണമെന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ഉണ്ടല്ലേ? അതായത് പള്ളി മോസ്ക് മൊത്തത്തിൽ പൊളിക്കാനല്ല, മാത്രമല്ല കോടതിയെല്ലാം മുനിസിപ്പൽ കമ്മീഷണർ, കോർപ്പറേഷൻ കമ്മീഷണറുടെ ഹിയറിംഗ് ആയിരുന്നു. കമ്മീഷണർ ഇതിനു മുമ്പ് 45 ഹിയറിങ്. അപ്പോൾ അടുത്ത ഹിയറിംഗ് ആണ് ഇന്നലെ നടന്നത്. ഒക്ടോബർ 5 എന്ന് പറഞ്ഞിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്നതാണത്. അപ്പോൾ അതിൽ ഈ പള്ളിയുടെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള 3 നിലകൾ മുകളിൽ, ആ മുകൾ നിലകൾ പൊളിക്കാനാണ് ഉത്തരവ്. അത് 2 മാസത്തിൻ്റെ ഉള്ളിൽ പൊളിക്കണം. ആ 2 മാസത്തിൻ്റെ ഉള്ളിൽ ബാക്കി ഈ ഒറിജിനൽ സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനുശേഷം ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ, കാരണം ഈ ഒറിജിനൽ സ്ട്രക്ചർ ഒറ്റന്നില്ല മോസ്ക് ഉണ്ടല്ലോ, അത് തന്നെ അനധികൃതമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലും കൂടി തീരുമാനം ഉണ്ടാവും. ഇപ്പം മുകളിലുള്ള 3 നിലകൾ പൊളിക്കാനായിട്ട് ഇന്നലെ ഉത്തരവായി. അപ്പം ഇത് സഞ്ചോലിയിൽ ഇത് സംഭവിച്ചത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒരു ഹിന്ദു കട നടത്തുന്ന ആള്, അദ്ദേഹവും അടുത്ത് കട നടത്തിയിരുന്ന ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ഒരു പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരാൾ, ഉത്തർപ്രദേശിൽ നിന്ന്, അവർ തമ്മിൽ തർക്കമൊക്കെ ആയി. ഈ ആളുകളുമൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ഹിന്ദുവായ കടയുടമയെ മറ്റേ ആള് ആക്രമിച്ചു. എന്നിട്ട് ഈ പ്രതികൾ 5-6 പേര് പോയി ഈ മോസ്കിൽ അവർ ഒളിവിലിരുന്നു. അപ്പോൾ അതാണ് ഈ മോസ്കിനെതിരെ. മോസ്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഈ രോഹിംഗ്യകളെ, പല സ്ഥലത്തും ഇപ്പോൾ രോഹിംഗ്യകൾ വന്ന് കിടപ്പുണ്ടല്ലോ, അപ്പോൾ ആ രോഹിംഗ്യകളെ പാർപ്പിക്കാനും പിന്നെ മറ്റു വരുത്തന്മാരെ പാർപ്പിക്കാനും ഒക്കെ ഈ മോസ്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ശോഭിച്ചു. പ്രദേശവാസികൾ പ്രതിഷേധമൊക്കെ ഉണ്ടായി. നിയമസഭയിൽ ഇത് വലിയ വിഷയമൊക്കെ ആയി. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണ്. 14 കൊല്ലമായി ഇത് കോർപ്പറേഷനിൽ ഈ കേസ്, ഇത് അനധികൃതമാണെന്നൊക്കെ പറഞ്ഞുള്ള പരാതി ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തൊക്കെ ഇത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും തീരുമാനമില്ലാതെ. ഇപ്പോൾ ഇതൊരു രൂക്ഷമായ പ്രതിഷേധവും പ്രക്ഷോഭമൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ കമ്മീഷണറുടെ മുമ്പിൽ 2 വിഭാഗത്തിൻ്റെ വക്കീൽമാർ ഹാജരായിരുന്നു. ആ വക്കീൽമാരുടെ വാദമൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇപ്പോൾ BS താക്കൂർ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വഖഫ് ബോർഡ് കഴിഞ്ഞ കൊല്ലം ഇടപെട്ടിരുന്നു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട്. വഖഫ് ബോർഡ് ഒരു സ്ഥലം അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആളുകളാണല്ലോ ഇത് തെളിയിക്കേണ്ടത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, മൻമോഹൻ സിംഗിൻ്റെ മറ്റേ മന്ത്രിസഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് വഖഫ് ബോർഡിന് വലിയ അധികാരങ്ങൾ കൊടുത്ത് വഖഫ് ബോർഡിൻ്റെ നിയമം ഭേദഗതി ചെയ്തിരുന്നു. 103ഓളം പ്രൈം പ്രോപ്പർട്ടീസ് ഡൽഹിയിലെ വഖഫ് ബോർഡിന് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു, കെട്ടിടങ്ങൾ ഉൾപ്പെടെ. പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ മൻമോഹൻ സിംഗ് പോയി, മോദി വന്നല്ലോ 2014. ഇതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ പല സ്ഥലത്തും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് പലതും കയ്യേറി. എന്നിട്ട് 4 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്ന വഖഫ് ബോർഡിൻ്റെ സ്ഥലം ഇന്ത്യയിൽ ഏതാണ്ട് 9 ലക്ഷം ഏക്കറായിട്ട് ഈ കഴിഞ്ഞ കൊല്ലമായപ്പോൾ വളർന്നു, ഇരട്ടിച്ചു. ഇത് അവർ പലതും അവരുടെ സ്ഥലമാണെന്നൊക്കെ പറയാൻ തുടങ്ങി. മറ്റേ മാരിയറ്റ് ഹോട്ടൽ ഹൈദരാബാദിൽ, അതുപോലെ നമ്മുടെ അംബാനിയുടെ വീട്, അത് വഖഫ് പ്രോപ്പർട്ടിയാന്ന് സക്കീർ നായിക്കും ഒക്കെ പറയാനൊക്കെ തുടങ്ങി. ഇവിടെയും പല ആളുകളൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടതൊക്കെ വഖഫ്. ഇപ്പം മുനമ്പത്താണെങ്കിൽ 600 ഏക്കറോളം മറ്റോ ഈ ലത്തീൻ ക്രിസ്ത്യാനികളുടെ സ്ഥലം വഖഫാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇപ്പോൾ പരാതി മറ്റേ സഭ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സംയുക്ത പാർലമെൻ്ററി സമിതിക്കും അതിൻ്റെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു
മോസ്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മറ്റുള്ളവരെയൊക്കെ ശത്രുക്കളായി കണ്ടിട്ട് അവരെയൊക്കെ ആക്രമിക്കുക, ആക്രമിച്ച ആളുകൾ പോയി അവിടെ ഒളിവിലിരിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. അപ്പോൾ BS താക്കൂർ എന്ന് പറഞ്ഞ ഈ വഖഫ് ബോർഡിൻ്റെ വക്കീൽ കഴിഞ്ഞ ദിവസം ഈ കമ്മീഷണറുടെ മുമ്പിൽ പറഞ്ഞു, മസ്ജിദിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ ഉണ്ടല്ലോ താഴത്തെ, അത് യഥാർത്ഥത്തിലുള്ളതാണ്, ബാക്കിയുള്ള ഭാഗങ്ങൾ അനധികൃതമാണ്. അപ്പോൾ അനധികൃതമായ ഭാഗമാണ് ഈ 3 നില എന്നുള്ളത് വഖഫ് ബോർഡും അംഗീകരിക്കുന്നുണ്ട്, ഡിസ്പ്യൂട്ടില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഇത് പൊളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മസ്ജിദ് കമ്മിറ്റിയും ബോർഡും ചേർന്ന്, മസ്ജിദ് കമ്മിറ്റിയും വഖഫ് ബോർഡും ചേർന്ന് ഈ അനധികൃത ഭാഗങ്ങൾ പൊളിക്കാനായിട്ടാണ് ഈ വിധി ഇന്നലത്തെ. അതങ്ങനെ പൊളിച്ചോളാം എന്ന് വഖഫ് ബോർഡിൻ്റെ വക്കീൽ BS താക്കൂർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ചെലവിൽ പൊളിച്ചോളണം വഖഫ് ബോർഡും മസ്ജിദ് കമ്മിറ്റിയും കൂടി എന്നാണ് വിധി. അപ്പോൾ ഇനി ഡിസംബർ 21-നാണ് അടുത്ത ഹിയറിംഗ്. അതിൻ്റെ ഉള്ളിൽ ഈ 3 നില പൊളിച്ചോളണം. ഈ ഒറിജിനലിൻ്റെ കാര്യം ആ 2 മാസത്തിൻ്റെ ഉള്ളിൽ തീരുമാനിക്കും. അപ്പോൾ കമ്മിറ്റിയും സമ്മതിച്ചിട്ടുണ്ട്, മസ്ജിദ് കമ്മിറ്റിയും, ഈ അനധികൃത ഭാഗം. അപ്പോൾ അതിലിപ്പോൾ തർക്കമില്ല. അവർ പറയുന്നില്ല ഇത് അധികൃതമാണെന്ന് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കമ്മീഷണറുടെ മുമ്പിലാണല്ലോ വാദം, കോർപ്പറേഷൻ. അവിടുന്ന് ഇവർ അനുമതിയൊന്നും മേടിച്ചിട്ടില്ലല്ലോ. അനുമതി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രേഖ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് തർക്കിക്കാൻ നിർവാഹമില്ലാതെ വന്നു. അങ്ങനെയാണ് അപ്പോൾ വഖഫ് ബോർഡ് എടുത്ത നിലപാട് എന്താണെന്ന് വെച്ചാൽ, ആരാണ് എന്തടിസ്ഥാനത്തിലാണ് ഈ അനധികൃത നിലകൾ 3 നിലകൾ പണിതതെന്ന് അറിഞ്ഞുകൂടാ എന്ന് കോർപ്പറേഷൻ കമ്മീഷണറുടെ മുമ്പിൽ പറഞ്ഞു. അപ്പോൾ ഈ നാട്ടുകാരുടെ വക്കീൽ ജഗത് പൽ അദ്ദേഹം പറഞ്ഞു, ഇത് റവന്യൂ ഭൂമിയാണ്, ഇത് പള്ളിയുടെ സ്ഥലമല്ല, സർക്കാരിൻ്റെ ഭൂമിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനൽ സ്ട്രക്ചർ ഉണ്ടല്ലോ അതും പൊളിക്കേണ്ടതാണ്. അത് കയ്യേറിയതാണ്. സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം കയ്യേറി പണിതിട്ടുള്ളതാണ് പള്ളി തന്നെ പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് 2 മാസത്തെ, അടുത്ത 2 മാസം കൊണ്ട് തീരുമാനിക്കാനുള്ളത്. വഖഫ് ബോർഡ് അതിക്രമിച്ച് കയറിയതാണ് അദ്ദേഹം പറഞ്ഞു, നാട്ടുകാരുടെ വക്കീൽ. മാത്രമല്ല ഇത് വഖഫിൻ്റെ സ്വത്താണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. അവർക്ക് ഉടമസ്ഥാവകാശം ഉള്ളതിനും തെളിവില്ല. തെളിവുണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. 14 കൊല്ലമായി ഈ കേസ് നടക്കുന്നു. കഴിഞ്ഞ കൊല്ലമാണ് ഈ വഖഫ് ബോർഡ് അവരുടെ സ്ഥലമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. അപ്പോൾ അനധികൃത നിർമ്മാണമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ ഉറപ്പായി. ഈ ഫസ്റ്റ് ഫ്ലോർ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നതായിട്ട് അറിയാം എന്ന് ഈ വഖഫ് ബോർഡിൻ്റെ വക്കീൽ താക്കൂർ അവകാശപ്പെട്ടു. ഫസ്റ്റ് ഫ്ലോർ ഒറിജിനലാണ്, കുറേ നാളായിട്ടുണ്ട്. അതങ്ങനെയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കറക്റ്റാണ്, ബാക്കിയുടെ കഥ എനിക്ക് അറിഞ്ഞുകൂടാ എന്നങ്ങേര് പറഞ്ഞു. അപ്പോൾ ആ ഒറിജിനൽ പള്ളി അത് പൊളിക്കരുത് എന്ന് അദ്ദേഹം അപേക്ഷിച്ചു ഇന്നലെ. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ സംസ്ഥാന ഓഫീസർ കുത്തബുദ്ദീൻ അഹമ്മദ് പറഞ്ഞു, ഇത് ഒറ്റ നിലയേ ഉണ്ടായിരുന്നുള്ളൂ ഒറിജിനൽ. പിന്നെ പക്ഷേ സ്ഥലം വഖഫിൻ്റെയാണ്. അദ്ദേഹം പറയുകയാണ്, ഷിംല പഞ്ചാബിലായിരുന്ന കാലം മുതൽ, അതായത് ഹിമാചൽ പ്രദേശ് ഉണ്ടാകുന്നതിന് മുമ്പേ ഷിംല പഞ്ചാബിൻ്റെ ഭാഗമായിരുന്ന കാലം മുതൽ ഇത് വഖഫിൻ്റെ സ്ഥലമാണ് എന്ന് അയാൾ അവകാശപ്പെട്ടു. സ്റ്റേറ്റ് ഒക്കെ വെറുതെ പറയുന്നതാണ്, അതിന് കോർപ്പറേഷനിൽ തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ കോർപ്പറേഷനാണ് അതിൽ തീരുമാനം എടുക്കണ്ടേ 2 മാസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ കമ്മീഷണർ ചോദിച്ചു, അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഇത് സിംഗിൾ സ്റ്റോറി, അതായത് ഒറ്റ നില മസ്ജിദ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഇത് 5 നിലയായി രൂപാന്തരപ്പെട്ടു? എന്താണ് അതിന് ന്യായം? അത് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ അകത്ത് 45 തവണ കോർപ്പറേഷൻ കമ്മീഷണർ ഹിയറിങ് നടന്നതാണ്. ഓരോ തവണ ഓരോ കാര്യം പറഞ്ഞ് ഇതിന് സമാനമായിട്ട് ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലുള്ളത് ഓരോ തവണ മാറ്റി വെക്കുന്നില്ല, ഇത്രയും മാറ്റി വെച്ചത്. ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ പോകാൻ പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ ഹിന്ദുക്കളവിടെ ചൗരാ മൈതാനത്ത്
പ്രക്ഷോഭം നടത്തിയിരുന്നു ഹിന്ദു ജാഗരൺ മഞ്ച് നേതൃത്വത്തിൽ. പിന്നെ ഇത് നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്തു. മാത്രമല്ല കോൺഗ്രസ്സുകാരും ഒക്കെ നിയമസഭയിലൊക്കെ ഇത് പൊളിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നിയമസഭയിലെ ഗ്രാമവികസന മന്ത്രി കോൺഗ്രസിൻ്റെ തന്നെ അനിരുദ്ധ് സിംഗ് പറഞ്ഞു ഈ പള്ളി പൊളിച്ച് കളയണമെന്ന്. കാരണം ഈ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് അങ്ങേര്. അപ്പോൾ നാട്ടുകാരുടെ വികാരമല്ലേ അങ്ങേർക്ക് പറയാൻ പറ്റുമോ? അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ വികാരം പറയാൻ പറ്റില്ലല്ലോ അവിടെ. രാഹുൽ ഗാന്ധി ആണെങ്കിൽ പള്ളി മറ്റേ 4 നിലയല്ല ഇനി 1 നിലയും കൂടി പണിതോ എന്ന് പറഞ്ഞു തന്നെ. പക്ഷേ അങ്ങേര് ഗ്രാമവികസന മന്ത്രി അനിരുദ്ധ് സിംഗ് പറഞ്ഞു പള്ളി മൊത്തത്തിൽ തന്നെ പൊളിക്കണം എന്ന് പറഞ്ഞു. ഈ മലിയാന എന്ന് പറഞ്ഞ സ്ഥലം 5-6 കിലോമീറ്റർ ഉണ്ട് ഈ മോസ്കിൽ നിന്ന്. ഈ മലിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്രമണം ഉണ്ടായത്. ആ ബാർബർ ഷോപ്പ് ഉടമ മറ്റേ കടയുടമ, ഹിന്ദുവായ കടയുടമയെ ആക്രമിച്ചതൊക്കെ. അപ്പോൾ ഇത് രണ്ട് സ്ഥലത്താണ്. ഈ സംഭവം നടന്ന സ്ഥലം വേറെ, അവിടെ നിന്ന് കുറച്ച് ഇതുണ്ട് സഞ്ചോലി മോസ്കിലേക്ക് ഈ പ്രതികൾ പോയി ഒളിച്ച സ്ഥലം. 2 സ്ഥലത്തും 2 MLA-മാരാണ്. അപ്പോൾ അതുകൊണ്ട് നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ 2 MLA-മാർക്കും ഒരാൾ BJP, 2 പേർക്കും പൊസിഷൻ എടുക്കേണ്ടി വന്നു ഇതിൻ്റെ അകത്ത് ഈ പള്ളി പൊളിക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഇതിന് ശേഷം പൂർണ്ണമായിട്ടും ആ സ്ട്രക്ചർ പൊളിച്ച് മാറ്റുമെന്നുള്ള 2 മാസത്തിൻ്റെ ഉള്ളിൽ അതും കൂടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.